ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. റാഹത്തായിട്ട് പോകുന്നു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നറിയോ? ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമാണ്. രാത്രിയിലേക്കുള്ള കല്ലുമ്മക്കായ ഉണ്ടല്ലോ, കല്ലുമ്മക്കായ വെച്ചിട്ട് കുറച്ച് മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉണ്ടയുണ്ട്. അതുപോലെ ഗോതമ്പിൻ്റെ ഉണ്ടല്ലോ, നല്ല അരിയും തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ടുള്ള നല്ല കല്ലുമ്മക്കായ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാന്താരിയൊക്കെ ചതച്ചിട്ട് ഒരു മസാല ആക്കിയുണ്ട്. പിന്നെ ആക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഇൻഷാ അല്ലാഹ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ മസാലാക്കി തേങ്ങയും ജീരകവും അരിയും കൂട്ടി അരച്ചിട്ട് ഒരു ഇത് കണ്ട, ഇതിങ്ങനെ ഇത് കൽമാസാണ്. കൽമാസ് മറ്റേ എരുവിൽ ഞാൻ കല്ലുമ്മക്കായി പൊരിക്കും പോലെ പൊരിച്ച് അതേ മസാല തന്നെ, രണ്ടിൻ്റെ ഒരേ മസാലയാണ്. കണ്ടില്ലേ? നല്ല മുളകും വെളുത്തുള്ളി അരച്ച് ഇത്തിരി സുർക്ക ഇട്ടിച്ചിട്ട് അതിൻ്റെ മസാല ഉണ്ടാക്കി കറിവേപ്പിലയിട്ട് എന്താ പൊരിയുന്നുണ്ട്. പൊരിയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ അതേപോലെ ഉണ്ട ഗോതമ്പിൻ്റെ ഉണ്ടല്ല, അരി ഉണ്ടയാണ്. വീണ്ടും പറയാണ്, അല്ല ഇതിപ്പോൾ രാത്രി കഴിക്കാനുള്ള. ഇത് എരിവിലാക്കിയത് ചായ കൂട്ടാനുള്ള ഇപ്പോൾ വൈകുന്നേരം. പിന്നെ വേറൊരു സാധനമുണ്ട് മധുരത്തിൽ. ഇതെന്താ സാധനമെന്നാ? ഇതാണ് ചുരുളട. ഇത് നല്ല ജീരകവും തേങ്ങ അരിയും കൂട്ടി അരച്ചിട്ട് പിന്നെ ഇതുണ്ടാ, ഇത് വലിയൊരു അടയാണ്. എന്നിട്ട് തേങ്ങയും ശർക്കരയും അണ്ടിപ്പരിപ്പും കുറച്ച് പിത്തലിട്ട് പൊടിച്ചിട്ട് ഏലക്കായും കൂട്ടി പൊടിച്ചിട്ട് അതിൻ്റെ ഒരു പണ്ട ഉണ്ടാക്കി ഇതാ 2 ചുരുളടുണ്ട്. ഇത് മുറിച്ചാലാണ് അതിൻ്റെ ഭംഗി. ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ ചുരുളടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് മസാല കാണാൻ പറ്റും. നല്ല ടേസ്റ്റായിരിക്കും. ഉണ്ടാക്കണം കണ്ട. സാധാരണ നമ്മൾ അട ഇങ്ങനെ മടക്കല്ലേ, ഇത് ഞാൻ ഇലയിൽ വെച്ച് ചുരുട്ടിയിട്ട് ഉണ്ടാക്കിയതാ. അപ്പോൾ എല്ലാം ഞാൻ മുറിച്ചിടുന്നില്ല. അപ്പോൾ തൽക്കാലം കഴിക്കാനുള്ള മാത്രം ഉണ്ടാക്കട്ടെ. നല്ല പീസായിട്ട് അതിലത്തെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചാൽ എന്താണ്, മുറിക്കുമ്പോൾ തന്നെ ശർക്കരൻ്റെ ഇതുണ്ടല്ലോ, നനവ് അങ്ങ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരട, ചുരുളട, ഉണ്ട, പിന്നെ നമ്മൾ കൽമാസ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കുന്ന തരും. ഇതൊക്കെ കല്ലുമ്മക്കായൻ്റെ മസാലയാണ്. കല്ലുമ്മക്കായ, ഉള്ളി, നല്ലോണം ഉള്ളി ഇടണം, വെല്ലുള്ളി, പിന്നെ കറി മസാല, നല്ല മുളകിൻ്റെ പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ട് ഇതാണ് കൽമാസ്. നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടൂല. അതായത് ഇതിപ്പോൾ രാത്രി ചായ കൊടുക്കും. ഇത് നല്ല ശർക്കര കാപ്പി, ചായ കുടിക്കില്ല. പിന്നെ ഇത് പറഞ്ഞല്ലോ ഉണ്ട, രാത്രിയിലേക്കുള്ള ഇത് ഞങ്ങൾ കഴിക്കും. പിന്നെ നല്ല അടിപൊളി കല്ലുമ്മക്കായ ഉണ്ട്. കല്ലുമ്മക്കായ കറിയുന്നില്ല, വേണ്ട നോക്കേ. കറക്റ്റ് ടൈമിനാണല്ലോ മനസ്സ് വന്നേ. എന്തായാലും ഇതെല്ലാം ഞങ്ങൾ എന്തായാലും
എന്തായാലും ഇതൊക്കെ കഴിക്കട്ടെ. ഇന്ന് കുശാല ഒരാൾ മസനഗുഡിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഉണ്ട കഴിക്കാൻ. അപ്പോൾ ഓക്കെ നമുക്ക് വരിക. കുഴപ്പമില്ല. ഒരു മാസമൊക്കെ പോയിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ കല്ലുമുക്കായിൻ്റെ സീസണല്ല, അപ്പോൾ കല്ലുമുക്കായി കിട്ടും. നല്ല വിലയുണ്ട്. ഞാനും വാങ്ങിയിട്ടുണ്ടാക്കുക എല്ലാവരും ഇതുപോലെ. അരി പുയിനരി പൊതിർക്കുക, ചൂടുവെള്ളത്തിൽ ഇതിൻ്റെ തേങ്ങ മസാലയും ഉള്ളി ജീരകം ഇതും കൂട്ടി അരക്കുക. അധികം നല്ല മഷി പോലെ അരയണ്ട, കുറച്ച് തരി ഉണ്ടായിക്കോട്ടെ. ഇതെണ്ണ കൽമാസ്. ഉണ്ടായിരുന്നു മുറിച്ച് കാണിച്ചുതരാം. ഇതാണ് ഉണ്ടല്ല കല്ലുമ്മക്കായി. വലിയ കല്ലുമ്മക്കായല്ല, ചെറിയ കല്ലുമ്മക്കായി. എല്ലാവരും ഉണ്ടാക്കുക. ഇതിൻ്റെ റെസിപ്പി വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഈ ചുരുളട ഉണ്ട ഒരരി തന്നെയാണ് 3 എണ്ണത്തിന് കൊടുക്കുക. ഇതിന് ഉണ്ടക്ക് കൽമാസിന് ഒരു മസാല. ഇത് ശർക്കരയും തേങ്ങയും ജീരകവും ഇത് അണ്ടിപ്പരിപ്പുണ്ട്, പിസ്തൻ്റെ എല്ലാം ഉണ്ട്. പിസ്തയിൽ പൊടിച്ചിട്ടാണ് കുറച്ച് എണ്ണത്തിന് കൂടി ആയിക്കോട്ടെ. നല്ലപോലെ പൊരിഞ്ഞ് കൽമാസ് സൂപ്പറായിട്ടുണ്ട്. രാത്രി കഴിക്കുന്നത് ഞാൻ പൊരിക്കുന്നില്ല. ഇതിപ്പോൾ ചായക്ക് പൊരിക്കണ്ടേ, കുടിക്കണ്ട, ചായ കുടിക്കണ്ട. വൈകുന്നേരം സന്ധ്യയായി ആര് രാവിലെ കൊടുക്കണ്ട. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. മറന്നു വെറുതെ അപേക്ഷയാണ്, സ്വീകരിക്കണം. ഓക്കെ, എല്ലാം കണ്ട് ഇതുപോലെ വീട്ടിലുള്ള ആൾക്കാർക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടാക്കിക്കുക. എന്നിട്ട് ചാറ്റ് കഴിക്കുക. നമ്മൾ വീഡിയോയിലൊന്നും നമ്മൾ കഴിക്കാതിരിക്കുക. വീഡിയോയിലെല്ലാം 2 ആഴ്ച ഒരാഴ്ച ഒക്കെ പൊരിച്ച് ഓയിൽ തന്നെ പോയി പൊരിച്ച് അപ്പോൾ ഓക്കെ. അപ്പോൾ കൽമാസ് ഒന്ന് കൊണ്ട് കാണിച്ചത്. എന്താ കൽമാസ് അല്ല, ഇതാണ് കൽമാസ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല എരിവുള്ള മസാല ഉണ്ട്. പുറത്ത് വരും, ഉള്ളിൽ വരും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കിക്കുക, വീട്ടുകാർക്കൊണ്ട് എന്നിട്ട് കഴിക്കുക. ഓക്കെ, ഇപ്പോൾ റെസിപ്പി എന്താ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബായ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്. എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ, എല്ലാം നല്ലതായി സംഭവിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഓക്കെ, ബായ്.